എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. SLC പബ്ലിക് എക്സാമിൻ്റെ റീവാലുവേഷൻ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ആ വെബ്സൈറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലാതെ തീർച്ചയായും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ ഈ ഈ നിങ്ങളുടെ SLC റിസൾട്ട് എന്ന് പറഞ്ഞാൽ നിരവധി സൈറ്റുകളിൽ പബ്ലിഷ് ചെയ്യും. ഇപ്പോൾ ഒരു 5-8 സൈറ്റുകളിലൊക്കെ പബ്ലിഷ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ റീവാലുവേഷൻ റിസൾട്ട് എന്ന് പറഞ്ഞാൽ വെറും ഒറ്റ സൈറ്റിൽ മാത്രമേ വിദ്യാർത്ഥികളെ പബ്ലിഷ് ചെയ്യാറുള്ളൂ. അതാണ് ഇപ്പം നിങ്ങൾ എൻ്റെ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒറ്റ സൈറ്റിൽ മാത്രമേ റീവാലുവേഷൻ്റെയും സ്ക്രൂട്ടണിയുടെയും റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. വെബ്സൈറ്റ് നമുക്ക് നോക്കാം. slcexam.kerala.gov.in എന്നാണ് സൈറ്റ്. ഞാൻ ഇത്രയും നേരം ഈ സൈറ്റ് തുറന്ന് നിങ്ങൾക്ക് കാണിച്ച് തന്നേനെ. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിസൾട്ട് വന്നപ്പോൾ മുതൽ വരുമെന്നുള്ള അപ്ഡേറ്റ് ലഭിച്ചപ്പോൾ മുതൽ ഒരു 2-3 ദിവസമായിട്ടും എന്ത് ചെയ്യുന്നില്ല, ഈ സൈറ്റ് പ്രവർത്തിക്കാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ സൈറ്റ് ഓപ്പൺ ആകുന്നില്ല. ഇപ്പം എങ്ങനെ ഒരു ഓപ്പൺ ആയി, അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ എടുത്തത്. ഇപ്പോൾ നിങ്ങളിവിടെ കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും SLC എക്സാമിനേഷൻ മാർച്ച് 2026 റീവാലുവേഷൻ റിസൾട്ട്, SLC എക്സാമിനേഷൻ മാർച്ച് 2026 സ്ക്രൂട്ടണി റിസൾട്ട് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യാറുന്ന ലിങ്ക് വഴി ക്ലിക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യേണ്ടത്. ഒന്നാമത് സൈറ്റിനൊരു ഇഷ്യൂ ഉണ്ട്, എങ്ങനെയോ ഓപ്പണായി വന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഈ സൈറ്റിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക, SLCയുടെ ഫലം ചെക്ക് ചെയ്യാൻ സാധിക്കുക. ഇനി ആർക്കൊക്കെയാണ് അടച്ച എമൗണ്ട് റീഫണ്ട് കിട്ടുക, എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തന്നു. ഇതിപ്പോൾ സൈറ്റ് ഓപ്പൺ ആകാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് കാണിച്ചു തന്നെ. അപ്പോൾ സൈറ്റ് ഓപ്പൺ ആകുന്നില്ലെന്നുള്ളതാണ് വേറെ സത്യം. ഇതിങ്ങനെ തന്നെയാണ് കുറേ നേരം ഇരുന്നത്. ആദ്യത്തെ പേജ് മുമ്പേ ഇങ്ങനെ തന്നെയായിരുന്നു, എങ്ങനെ ഓപ്പണായി വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കതാ പോയി, ഇതിനിപ്പോൾ കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എപ്പോഴാണ് എമൗണ്ട് ആർക്കൊക്കെ റീഫണ്ട് കിട്ടുമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിലവിൽ എത്ര മാർക്കുണ്ടോ അതിൽ നിന്നും 8 മാർക്കാണ് കൂടേണ്ടത്. അതായത് ഉദാഹരണം പറയുവാണെങ്കിൽ എന്താണ്, നിലവിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് 20 മാർക്കായിരുന്നെങ്കിൽ റീവാലുവേഷന് ശേഷം എന്ത് ചെയ്യണം, നിങ്ങൾക്ക് 28 അതിന് മേലേക്കാവണം. റീവാലുവേഷൻ കൊടുക്കുന്നതിന് മുമ്പ് 20 മാർക്കുള്ള നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുത്തതിന് ശേഷം റിസൾട്ട് വന്നതിന് ശേഷം 20 എന്നുള്ളത് 28 അതിന് മേലേക്കോ കൂടിയാലാണ് നിങ്ങൾക്ക് അടച്ച എമൗണ്ട് റീഫണ്ട് കിട്ടുക. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഏത് സ്കൂളിലാണോ നിങ്ങളുടെ SLCയിലെ അതുമായി ബന്ധപ്പെട്ട സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ റീഫണ്ട് മറ്റ് കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെയാണെന്ന് അന്വേഷിക്കേണ്ടത്. ഇപ്പോൾ സൈറ്റ് കിട്ടാത്തൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇവിടെ വിദ്യാർത്ഥികൾ ഒരുപാട് പേർ പറയുന്നുണ്ട്, നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിന് ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാരണം, SLC എക്സാം റിസൾട്ട് ഒരുപാട് സൈറ്റുകളിൽ പബ്ലിഷ് ചെയ്യാറുണ്ട്. SLCയുടെ പരീക്ഷാഫലം ഒരുപാട് സൈറ്റുകളിൽ പബ്ലിഷ് ചെയ്യും. പക്ഷേ റീവാലുവേഷൻ റിസൾട്ട് അങ്ങനെ പബ്ലിഷ് ചെയ്യില്ല. ഈ നിങ്ങൾ എൻ്റെ സ്ക്രീനിൽ കാണുന്ന, ഞാൻ ഈ ഫോണിൽ കാണിക്കുന്ന ഈ സ്ക്രീനിൽ കാണുന്ന ഒറ്റ വെബ്സൈറ്റിൽ മാത്രമാണ് റീവാലുവേഷൻ റിസൾട്ട് പബ്ലിഷ് ചെയ്യാറ്. അത് തന്നെയാണ് മെയിൻ കാരണം. പിന്നെ ഈ വർഷം റീവാലുവേഷൻ്റെ അപേക്ഷ വളരെ കൂടുതലുണ്ട്. കാരണം ഏതാണ്ട് 2,70,000 കുട്ടികളാണ് റീവാലുവേഷൻ അപേക്ഷ കൊടുത്തത്. ചുരുക്കി പറഞ്ഞാൽ പരീക്ഷ എഴുതിയതിനേക്കഴിഞ്ഞും പകുതിയിലധികം കുട്ടികളും റീവാലുവേഷന് കൊടുത്തിട്ടുണ്ട്. 2,70,000, 4.5 ലക്ഷത്തോളം പേരാണ് പരീക്ഷ എഴുതുന്നത്. അതിൽ 2,70,000 പേർക്ക് മേലെയും റീവാലുവേഷന് കൊടുത്തവരാണ്. അതുകൊണ്ട് തന്നെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പകുതിയിൽ മേലെ അപേക്ഷകളും പകുതിക്ക് മേലെ റിസൾട്ട് വന്ന കുട്ടികളും റീവാലുവേഷൻ കൊടുത്തിട്ടുണ്ട്. SLCയിൽ പകുതിയിലധികം കുട്ടികളും റീവാലുവേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒറ്റ ഒരു വെബ്സൈറ്റ് വഴി മാത്രമാണ് ചെക്ക് ചെയ്യാൻ സാധിക്കുക. എന്തായാലും സൈറ്റിന് ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്. ഇതെങ്ങനെ ഓപ്പണായി വന്നപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഇവിടെ ചെയ്യാമെന്ന് വെച്ചാൽ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക അല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. കാരണം ഇപ്പോൾ തന്നെ കണ്ടില്ല, ഈ ക്ലിക്ക് ചെയ്യുന്ന എത്ര തവണ ഞാൻ കൊടുത്തിട്ട് പോലും ആ പേജ് ഒന്നും മുന്നോട്ട് പോകുന്നു പോലുമില്ല. അപ്പോൾ നോക്കാം, എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടിയാൽ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതിന് മിസ്കൃത ഫോൺ സബ്സ്ക്രൈബ് ചെയ്ത് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.